പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ അടുത്തെത്തി സുരക്ഷാ സേന. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 4 തവണയാണ് സേന ഭീകരരുടെ അടുത്തെത്തിയത്. ഇതിൽ ഒരു സ്ഥലത്ത് വെച്ച് ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടാകുകയും ചെയ്തു. ഇതിനിടെ പാകിസ്ഥാനെ ചൈന പിന്തുണച്ചതിൽ ഇന്ത്യക്ക് കടുത്ത അതിർത്തിയുണ്ട്. ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യയുടെ മറുപടി ഇന്നുണ്ടായേക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിനിടെ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. രാകേഷ് വിവരങ്ങളുമായി ചേർന്നു. രാകേഷ്, ഒരു വശത്ത് പാക് പ്രകോപനങ്ങൾ തുടരുന്ന സാഹചര്യം, വെടിവെപ്പുണ്ടാകുന്ന സാഹചര്യം, ഒപ്പം ചൈനയുടെ ഇടപെടൽ, ചൈന പാകിസ്ഥാന് പിന്തുണ നൽകി മുന്നോട്ട് വരുമ്പോൾ ഏത് നയതന്ത്ര തലത്തിലെ പ്രതികരണമായിരിക്കും ഇന്ത്യ നടത്തുക എന്ന് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം ഭീകരർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ? അപർണ, സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ഇന്ത്യയുടെ നടപടികൾ പുരോഗമിക്കുകയാണ്. കാരണം അല്പസമയത്തിനകം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ഒരു വിശദമായ കൂടിക്കാഴ്ച ഈ വിഷയത്തിലുണ്ടായിരുന്നു. വൈകിട്ട് പ്രതിരോധ മന്ത്രാലയത്തിൽ രാജ്നാഥ് സിംഗുമായി സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ സൈനിക നീക്കം, പ്രത്യേകിച്ച് അതിർത്തിയിലെ അടക്കം സേനാ വിന്യാസം അടക്കം ചർച്ചയായി. അപ്പോൾ ഇന്നലത്തെ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിർത്തിയിലെ സാഹചര്യം, ഒപ്പം തന്നെ എങ്ങനെ തിരിച്ചടിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. നേരത്തെ കണ്ടതാണ്, ബാലാക്കോട്ടിലടക്കം ഇന്ത്യ തിരിച്ചടി പാകിസ്ഥാന് നൽകിയതാണ്. അപ്പോൾ ഇനി അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയാണ് ഇപ്പോഴത്തെ നടപടികൾ. സ്വാഭാവികമായും അക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ചൈന പാകിസ്ഥാന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രി എങ്ങനെയാണോ ഈ വിഷയത്തോട് പ്രതികരിച്ചത്, അതിന് സമാനമായ പ്രതികരണമാണ് ഇന്നലെ ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാരണം നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണം എന്നൊരാവശ്യമാണ് പാക് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത്. അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതികരണം ചൈനയും നടത്തിയിരിക്കുന്നു. മാത്രവുമല്ല, പാകിസ്ഥാൻ ഏറെ നാളായുള്ള സുഹൃത്താണ്, പരമാധികാരത്തെ കടന്നു കയറാൻ അനുവദിക്കില്ല എന്ന പ്രതികരണവും ചൈന നടത്തിയിരിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെ കാണണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ സ്വാഭാവികമായും വരും മണിക്കൂറിൽ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഈ നിലപാടിൽ ഇന്ത്യക്ക് വലിയ അതിർത്തിയുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രതികരണം ഒരുപക്ഷെ ഈ വിഷയത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് ഇന്ത്യ. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ അടക്കം പിന്തുണ ഇന്ത്യ ഈ ഘട്ടത്തിൽ ഉറപ്പാക്കുന്നുണ്ട്. പല രാജ്യങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യക്ക് പിന്തുണയുമായി അല്ലെങ്കിൽ ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. സൗദി അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങനെ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് നയതന്ത്ര തലത്തിലും ചില ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുവശത്ത് ഭീകരർക്കായുള്ള തിരച്ചിലും ഊർജിതമായി തന്നെ തുടരുകയാണ്. കാരണം ഇപ്പോൾ ഈ ആക്രമണം നടന്ന് 6 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 22-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ആക്രമണം, പക്ഷേ 23-ാം തീയതി മുതൽ തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. ഈ ഭീകരരുമായി പഹൽഗാമിൽ ബൈസരണിൽ ആക്രമണം നടത്തിയ ഭീകരരെ 4 തവണ അവരുമായി നേരിൽ കണ്ടു, സുരക്ഷാ സേന നേരിൽ കണ്ടു എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഒരു തവണ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു, പക്ഷെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആദ്യം ഈ ഭീകരരെ കണ്ടത് അനന്ത്നാഗിലെ ഹാപ്പത്നാർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ചാണ്. അതിനുശേഷം ഇവരെ കണ്ടത് കുൽഗാമിൽ വെച്ചാണ് പിന്നീട് അത് ഏറ്റുമുട്ടലിലേക്ക്, വെടിവെപ്പിലേക്കൊക്കെ നീങ്ങിയത്. പക്ഷേ അവിടുത്തെ സാഹചര്യം അവർക്ക് അനുകൂലമായിരുന്നു. ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രയാസമുള്ള അല്ലെങ്കിൽ അത്തരം വനം മേഖലയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആനുകൂല്യം ഈ ഭൂപ്രദേശം രാകേഷ്, ഞാൻ പെട്ടെന്ന് തിരികെ എത്താം. ഇപ്പോൾ